നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISLിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴുള്ളത് 8ാം സ്ഥാനത്താണ്. 17 കളികളിൽ നിന്ന് 21 പോയിന്റുമായിട്ട് 8ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. എന്തായാലും സ്റ്റിൽ പ്ലേ ഓഫ് കണ്ടന്റേഴ്സ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കുറേ താരങ്ങൾ പുറത്തേക്ക് പോയി. ഇപ്പോൾ 2 താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒന്ന് വികാസ് ഷിംനാം ഇന്നലെ വന്നു, അതുപോലെ തന്നെ ട്യൂസൻ ലഗാത്തോർ വന്നു. അപ്പോൾ പുതിയ കോച്ചുമാർ വരുന്നില്ല, ഇൻട്രിം കോച്ചുമാർ തന്നെ ഈ സീസൺ തുടരുകയും ചെയ്യും. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം, ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ വിട്ടുകളഞ്ഞുവോ, ഈ സീസണിൽ ഇനി പ്രതീക്ഷയില്ലാതെ ഉപേക്ഷിച്ച് കളഞ്ഞുവോ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളത് സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിൽ ഉള്ള പ്രയോഗങ്ങൾ കണ്ടിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സീസൺ ഉപേക്ഷിച്ചിട്ടില്ല, പ്ലേ ഓഫ് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് കൃത്യമായിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പറയുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും മഞ്ഞപ്പടയും തമ്മിൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ചർച്ച നടന്നിരുന്നല്ലോ. അതിനെക്കുറിച്ചുള്ള മിനിറ്റ്സ് പുറത്തുവിട്ടപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്: The CEO confirmed the ambition to continue to push on this season for playoff spots, stressed on the fact that management in no way has given up on this season. കാര്യം വളരെ വ്യക്തമാണ്. CEO വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അംബീഷൻ, അത് ഈ സീസണിലെ പ്ലേ ഓഫ് സ്പോട്ടിന് വേണ്ടി പുഷ് ചെയ്യുക തന്നെ ചെയ്യും. അല്ലാതെ ഒരു തരത്തിലും മാനേജ്മെന്റ് ഈ ഒരു സീസൺ ഗിവൺ അപ്പ് ചെയ്തിട്ടില്ല എന്ന് തന്നെ, നോ വേ ഹാസ് ഗിവൺ അപ്പ് ഓൺ ദിസ് സീസൺ എന്നുള്ളത് എടുത്തു പറയുന്നത്. അപ്പോൾ ഈ സീസണിൽ ഇനി അങ്ങോട്ട് പോരാടുക തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയുടെ കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഹീസസ് ഹിമിനസും കോമെ പെപ്ലയും അഡ്രിയാൻ ലൂണയും നോഹ് സദോയും ഒക്കെ ചേരുമ്പോൾ സൂപ്പർ മുന്നേറ്റ നിരയുണ്ട്. ഡിഫൻസിലായിരുന്നു പ്രശ്നം, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ലഗാത്തോർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വികാസ് ഷിംനാം വരുന്നു. സോ ആ പ്രശ്നമുള്ള ഭാഗത്ത് പരിഹാരങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടു. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ഈ സീസൺ ഒരു തരത്തിലും കൈവിട്ട് കളഞ്ഞിട്ടില്ല, പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്: കൺഫേംഡ് ദാറ്റ് ദി ക്ലബ് വിൽ ബിൽഡ് എ സ്ക്വാഡ് whose ambition would be to compete for the ISL Shield and ISL Cup next year. അടുത്ത വർഷത്തെ ISL ഷീൽഡിനും ISL കപ്പിനും ഒക്കെ പോരാടാൻ പറ്റുന്ന തരത്തിൽ, കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യും എന്നുള്ളത് കൂടി മാനേജ്മെന്റ് കൺഫേം ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു മിനിറ്റ്സിൽ കൃത്യമായിട്ട് എടുത്ത് പറയുന്നു. എന്തായാലും ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കുടുംബ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.